മലയാളികൾ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു അവതാരകനാണ് രാജേഷ് കേശവ്. എന്നാൽ ഒരു പരിപാടിക്കിടെ കുഴഞ്ഞു വീഴുന്ന രാജേഷ് കേശവ് പിന്നീട് ആശുപത്രിയിൽ നിന്നും എഴുന്നേറ്റിട്ടില്ല. ചുറ്റും എന്താണ് നടക്കുന്നത് എന്നുപോലും അറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോഴും രാജേഷ് കേശവ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവാർഡ് ചടങ്ങുകളിലും ചാനലുകളിലും സിനിമയിലുമൊക്കെ ഏറെ സജീവമായിരുന്നു രാജേഷ്. അപ്രതീക്ഷിതമായി വന്ന അസുഖമായിരുന്നു രാജേഷിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത്. എന്നിരുന്നാലും ആ കുടുംബം രാജേഷ് കേശവിന് വേണ്ടി എല്ലാം ചെയ്തുകൊണ്ടേയിരുന്നു. ഒപ്പം സുഹൃത്തുക്കളും. ഓർമ്മ തിരിച്ചു കിട്ടാനും ആളുകളെ മനസ്സിലാക്കാനും വേണ്ടി ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവരുടെ ശബ്ദ സന്ദേശം പോലും രാജേഷിനെ സുഹൃത്തുക്കൾ നിരന്തരമായി കേൾപ്പിച്ചുകൊണ്ടേയിരുന്നതായിരുന്നു. തിരുവനന്തപുരത്തു നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി വെല്ലൂരിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോഴത്തെ വെല്ലൂരിലെ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ വളരെ സങ്കീർണമായ ചികിത്സാ രീതികളിലൂടെ രാജേഷിനെ തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും CMC വെല്ലൂർ ഹോസ്പിറ്റൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പഴയ അവസ്ഥയിലല്ലെങ്കിൽ പോലും ഏകദേശം അതുപോലെ തന്നെയാണ്. ആളുകളോടൊന്നും സംസാരിക്കാൻ കഴിയില്ല. ഇപ്പോൾ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലാണ് കഴിയുന്നത്. രാജേഷിന്റെ അടുത്ത സുഹൃത്താണ് ഇക്കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചിരിക്കുന്നത്. മുൻപിരുന്നതിനേക്കാൾ എത്രയോ ഭേദമാണെന്നും ജീവിതത്തിലേക്ക് രാജേഷ് തീർച്ചയായും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ ഞങ്ങൾക്ക് കൂടുതലാണെന്നുമാണ് ഇപ്പോൾ സുഹൃത്ത് പറയുന്നത്. ഒരു പരിപാടിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു രാജേഷ്. അതിനുശേഷം മാസങ്ങളോളം ഇപ്പോൾ ചികിത്സയിലാണ്. ആ വീട്ടുകാർ ഇന്നും രാജേഷ് ഒന്ന് കണ്ണു തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ നേരിയ പ്രതീക്ഷ ഇപ്പോൾ ഉണ്ട് എന്നാണ് സുഹൃത്ത് സോഷ്യൽ മീഡിയ വഴി അറിയിച്ചിരിക്കുന്നത്.